റഷ്യ ഉക്രൈൻ സമാധാന പദ്ധതികൾ യാതൊരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന സ്ഥിതിഗതികളിലൂടെയാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർണായക സമാധാന പദ്ധതി യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ചേർന്ന് മനഃപൂർവ്വം അട്ടിമറിച്ചുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ പദ്ധതി ഒഴിവാക്കപ്പെടുമെന്ന വ്യക്തമായ പ്രതീക്ഷയിലാണ് പാശ്ചാത്യ സഖ്യത്തിലെ പ്രമുഖർ പ്രവർത്തിച്ചതെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. സമാധാനത്തിന്റെ സാധ്യതകൾക്ക് മേൽ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും തങ്ങളുടെ യുദ്ധക്കൊതിയുടെ തിരശ്ശീല ഇടുകയായിരുന്നുവെന്ന് അത് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ചട്ടക്കൂട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സജീവമായി പിന്തുടരുന്നുണ്ട്. നിരവധി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച 28 പോയിന്റ് റോഡ് മാപ്പ് യുക്രൈൻ നാറ്റോ അംഗത്വ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കണമെന്ന റഷ്യയുടെ പ്രധാന ആവശ്യകതകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. കൂടാതെ റഷ്യയുടെ ക്രിമിയയ്ക്കും യുഗാൻസ്ക്, ഡോണസ്ക് എന്നീ ഡോൺബാസ് പ്രദേശങ്ങൾക്കുമുള്ള അവകാശവാദങ്ങൾ പരിഗണിക്കുന്ന നിർദ്ദേശങ്ങളും ഇതിലുണ്ടായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ യൂറോപ്യൻ നേതാക്കളെ അവിശ്വാസത്തിന്റെയും പരിഭ്രാന്തിയുടെയും മിശ്രിതം കൊണ്ട് നിറച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. റഷ്യക്കെതിരെയുള്ള സമീപനത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള അഗാധത ഇത് തുറന്നുകാട്ടുകയും ചെയ്തു. അമേരിക്കയുടെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ യുദ്ധക്കൊതിയെ അസ്വസ്ഥമാക്കിയെന്ന് വ്യക്തം. സമാധാന നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് തൊട്ടു പിന്നാലെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും ബ്രിട്ടനും ചേർന്ന് സ്വന്തം പതിപ്പ് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിൽ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഇപ്പോൾ നന്നായി പരിജ്ഞാനം നേടിയിട്ടുണ്ടെന്നും ഗാർഡിയൻ പറയുന്നു. ട്രംപിന്റെ ഇടപെടലിന്റെ വസ്തുതയെ സ്വാഗതം ചെയ്യുക, തുടർന്ന് പതുക്കെയും മാന്യമായും അത് മൂടിവെക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രമെന്ന് അനുമാനിക്കപ്പെടുന്നു. ബ്രിട്ടീഷ് മാധ്യമ സ്ഥാപനം പറയുന്നതനുസരിച്ച് യുക്രൈന്റെ യൂറോപ്യൻ പിന്തുണക്കാർ യഥാർത്ഥ 28 പോയിന്റ് നിർദ്ദേശം സ്വീകരിക്കുകയും അതിൽ നിന്ന് 9 പ്രധാന ഘടകങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ ഈ എതിർ നിർദ്ദേശത്തെ പൂർണ്ണമായും നിർമ്മാണാത്മകമല്ല എന്ന് പറഞ്ഞ് റഷ്യ ഇതിനകം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സമാധാന ചട്ടക്കൂടിനെതിരെ ആഭ്യന്തര എതിർപ്പ് ഉയർത്തുന്നതിനായി യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അമേരിക്കയിലെ സെനറ്റിലെ അറ്റ്ലാന്റിക് വിഭാഗത്തെ അണിനിരത്തിയിട്ടുണ്ടെന്നും ആരോപിക്കപ്പെടുന്നു. ഇത് അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ അകത്തുനിന്ന് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. സമാധാന നിർദ്ദേശത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്രം സംബന്ധിച്ച് അമേരിക്ക യൂറോപ്യൻ യൂണിയനെ ഇരുട്ടിൽ നിർത്തുകയാണെന്ന് അജ്ഞാത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ യൂറോപ്പും ദി ടെലിഗ്രാഫും അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. അതായത് യൂറോപ്പിന്റെ നീക്കങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഭരണകൂടം ഇവരെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കങ്ങളെ റഷ്യൻ നേതൃത്വം രൂക്ഷമായി വിമർശിച്ചു. ഫ്രാൻസ് റഷ്യ ഡയലോഗ് അസോസിയേഷന് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യൂറോപ്യൻ ഉന്നതരുടെ യുദ്ധക്കൊതി നിറഞ്ഞ മനോഭാവങ്ങൾ കാരണം ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തുറന്നടിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ മനഃപൂർവ്വം തകർക്കുന്ന യൂറോപ്യൻ നേതാക്കളുടെ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. ഇതിനിടയിൽ ആരോപണങ്ങൾ വ്യക്തമായും അസംബന്ധമാണെങ്കിൽ പോലും റഷ്യ യൂറോപ്യൻ യൂണിയനെ ആക്രമിക്കില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ ഔപചാരിക സുരക്ഷാ ഉറപ്പ് നൽകാൻ തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന് റഷ്യ സന്നദ്ധമാണെന്നും എന്നാൽ യുദ്ധമാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നതെന്നും ഇത് അടിവരയിടുന്നു. സമാധാനം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ചേർന്ന് തകർത്തതോടെ യുക്രൈൻ സംഘർഷം കൂടുതൽ വഷളാകാനാണ് സാധ്യത. യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കൊതിയിൽ എത്ര കാലം യുക്രൈൻ രക്തം ചിന്തിക്കൊണ്ടിരിക്കുമെന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.